ആൾക്കാർ ഏഴയിലത്ത് പോയിട്ട് കാൽഭാഗം പോലും ഇല്ല കാര്യം കിട്ടും ലേയത്ത് ബുദ്ധ എന്ന് പറയാം പരിപാടി ഒന്നുമില്ല കാട്ടിൽ കാട്ടവതാരം എന്ന് വേണം പറയാം. ലീഡിങ് അതുണ്ട് സത്യം പറഞ്ഞാൽ കൈയടിക്കണം. പക്ഷെ തിയേറ്ററിൽ ഒരു ശകലം പോലും അനങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ സിനിമ മലയാളത്തിലെ മോസ്റ്റ് അവൈറ്റഡ് ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ മൂവി ആന്റണി വർഗീസ് പെപ്പയുടെ കാട്ടാളൻ ഫ്രം ദ പ്രൊഡ്യൂസേഴ്സ് ഓഫ് മാർക്കോ, മ്യൂസിക് ബൈ രവി ബ്രസൂർ. അപ്പോൾ യൂണിവേഴ്സ് ആണോ, അതുപോലെ തന്നെ സർപ്രൈസിങ് ക്യാമിയോസ് ഒക്കെ ഉണ്ടെന്ന് റൂമേഴ്സ് ഒക്കെ കേട്ടിരുന്നു. എന്തായാലും പാൻ ഇന്ത്യയിൽ കൊളുത്തുമോ കാട്ടാളൻ നമുക്ക് കണ്ടറിയാൻ ഓടിച്ചോട് ചോദിച്ചു നോക്കാം. സിനിമ കണ്ടവർ നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ കമന്റ് ചെയ്തേക്കുക. നേരെ കാട്ടാളൻ റിവ്യൂലേക്ക്. പോരാ, പുള്ളിയെ കൊണ്ടൊന്നും പറ്റുന്നില്ല. പുള്ളി എടുക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടർ കൊണ്ട് തല വെച്ച് കൊടുത്ത രീതിയിലായിപ്പോയി. പടം ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊള്ളാം. പിന്നെ നമ്മൾ പ്രതീക്ഷേൻ്റെ അത്ര ഒരു പാൻ ഇന്ത്യൻ പരിപാടിയാണ്. ആക്ഷനൊക്കെ ഉണ്ട്. പുള്ളി ആദ്യം പോലെ അവസാനം വരെ ആക്ഷൻ ഉള്ളു. പണ്ട് നമ്മൾ ഒരു സുരേഷ് ഗോപിയുടെ രുദ്രാക്ഷത്തുള്ള ഒരു പടം ഉണ്ടല്ലോ, അതുപോലെ തന്നെ ചുമ്മാ അടി പിടി മാത്രമേ ഉള്ളൂ. പക്ഷെ പുള്ളിയെ കൊണ്ട് പറ്റുന്നില്ല, അതേ ഉള്ളൂ. അങ്ങനെ പുഷ്പ എന്നൊക്കെ പറയാനുണ്ടോ? പുഷ്പ ഒന്നുമില്ല. പുഷ്പ അത് വരുന്നു കയറി വരുന്നു എന്നുള്ളത് മാത്രം, ചുമ്മാ അടി മാത്രമേ ഉള്ളൂ. പിന്നെ പുള്ളിയെ കൊണ്ട് പറ്റുന്നില്ല, ആ ഒരു കിട്ടുന്നില്ല. സർപ്രൈസ് ക്യാമിയോസ് റൂമേഴ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും വലിയ നമുക്കൊരു എഫക്ട് കിട്ടുന്നില്ല. പിന്നെ എല്ലാവരും നിർഗുണമായ രീതിയിലാണ് നമ്മൾ തിയേറ്ററിൽ കണ്ടത്. ട്രെയിലർ കണ്ട മേക്കിംഗ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്, പക്ഷെ പുള്ളിയെ കൊണ്ട് പറ്റുന്നില്ല. അതാണ് ഏറ്റവും ഇതെന്ന് പറയുന്നത്. ഇമ്പാക്ട് ഇല്ല. ഒരു പാൻ ഇന്ത്യൻ പരിപാടി പ്രതീക്ഷിച്ചു വന്നാൽ പാൻ ഇന്ത്യൻ പരിപാടി ഒന്നുമില്ല, കാട്ടിൽ കാട്ടവതാരം എന്ന് വേണം പറയാം. അത്രയ്ക്ക് മോശം പടം. ഒരു പെപ്പയുടെ ആക്ഷനും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത്രയും നിരാശ നൽകിയ പടം ഇത് മാത്രമേ ഉള്ളൂ. ആ ലെവലിലാണ് നശിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതായത് ഒരു ഹോളിവുഡ് ലെവൽ പോലെ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് ഒരുമാതിരി ലോക്കൽ നടന്നുകൊണ്ട് ഇട്ട പോലത്തെ അവസ്ഥയാണ് ഫീൽ ചെയ്തത്. കഥയില്ല, കഥ പോയി. കഥയും ഇല്ല പടത്തിൽ. BGM ഒരു വഴിക്ക് പോകുന്നു, ആക്ടിങ് ഒരു വഴിക്ക് പോകുന്നു. ഹനാൻ ഷാക്കെ കൊണ്ടുവന്ന് ഡമ്മിയെ കൊല്ലം നിർത്തിയിരിക്കുന്നു. നല്ലൊരു ടോർച്ചറിങ് ലെവലിലോട്ട് പോയോ? ടോർച്ചർ 2 മണിക്കൂറേ ഉള്ളൂ, പക്ഷേ 2 മണിക്കൂറും ടോർച്ചറായിരുന്നു. സെക്കൻഡ് ഹാഫ് ഒക്കെ വെറും വേസ്റ്റ് ആക്കി. ഒരുമാതിരി എന്തിനോ വേണ്ടി എടുത്ത് കളഞ്ഞ്. അത് ഇവര് മാക്സിമം ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാൽ ഒന്നും അല്ലാതാക്കി കളഞ്ഞ്. ആ ടൈലന്റിന് വേണ്ടി കാണാൻ എന്തെങ്കിലും ടൈലന്റും വേസ്റ്റ് ആണ്. അത് പിന്നെ ക്യാമി ആയതുകൊണ്ട് പറയല്ല, എന്നിരുന്നാൽ പോലും മോശം തന്നെയാണ്. KGF എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് അത്ര ഒരു ഇമോഷണലി കണക്ഷൻ വലുതായിട്ട് കിട്ടില്ല. പക്ഷെ ഒരു ആക്ഷൻ പടം കാണാൻ വന്നു കഴിഞ്ഞാൽ കണ്ടിട്ട് പോകും. മലയാളത്തിലെ മാർക്കോ ഒരു ലെവൽ എത്തിയിട്ടില്ല, അതിന് താഴെ എത്തിക്കുള്ളൂ. പക്ഷെ എങ്ങനെ പറയുന്നത്, ഇന്റർവെൽ വരെയും ആവറേജ് ആണ്. ഇന്റർവെല്ലിന് ശേഷം പകുതി വരെ ആവറേജ് ആണ്. അത് കഴിയുമ്പോൾ കുറച്ചൊക്കെ ഇടയ്ക്ക് 1-2 സീനിൽ ഇമോഷണൽ കണക്ട് കിട്ടും. ഇമോഷണലി കണക്ട് കിട്ടിയാലേ ആക്ഷൻ പടം വലിയൊരു വർക്കാവുള്ളൂ. പക്ഷേ ഇത് നമുക്ക് ആക്ഷൻ കൊള്ളാം, നല്ല രീതിയിൽ ടെക്നിക്കലായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ അവസാനത്തെ ഒരു ഗസ്റ്റ് റോളുണ്ട്, അത് തീരുമ്പോൾ ഒരു ഗസ്റ്റ് റോളുണ്ട്, കത്തിച്ചിട്ടുണ്ട്. പറഞ്ഞ പോലെ അവസാനം ഒരു ക്യാമിയ ഉണ്ട്. അവസാനം ആരും പ്രതീക്ഷിക്കാത്ത ക്യാമിയ, ആരും ഇതുവരെ ഒരു ഇതിലും പറയാത്തൊരു ക്യാമിയ. പാൻ ഇന്ത്യയിൽ കൊളുത്താനൊന്നും അങ്ങനെ വലിയ കൊളുത്തലൊന്നും നടക്കും തോന്നുന്നില്ല. പക്ഷെ ഈ പടം പൊട്ടയൊന്നുമില്ല, അതിനുള്ള സാധനം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഇമോഷണലി കണക്ട് നമുക്ക് അത് കുറഞ്ഞു പോയി. മാർക്കോയിൽ നമുക്ക് കണ്ടവർക്കറിയാം, മാർക്കോ നമുക്ക് ആ ഫാമിലിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോഴും നമുക്ക് തന്നെ തോന്നും. വളരെ ഭയങ്കര ഡിസപ്പോയിന്റ് ആയിരുന്നു. ഒന്നുമില്ല പടത്തിൽ. വളരെ ഫ്ലാറ്റ് സ്ക്രീൻ പ്ലേയും വീക്ക് സ്ക്രിപ്റ്റും. ഇത് ചെറിയ മുഹമ്മദ് അടുത്ത 2ാമത്തെ പ്രൊഡക്ഷൻ നമ്മള് നല്ല പ്രതീക്ഷയാണ്. മോഹൻലാലിനെ പ്രതീക്ഷ മോഹൻലാൽ പോയിട്ട് മമ്മൂട്ടിയില്ല. ലാസ്റ്റ് തമിഴിൽ നമ്മുടെ അണ്ണം വരും. യൂണിവേഴ്സ് ഒന്നും അല്ല, ചുമ്മാ ക്യാമിയോ ഹൈപ്പ് ഒന്നുമില്ല. മാർക്കോ 7 പോയിട്ട് കാൽഭാഗം പോലും ഇല്ല കാര്യം കിട്ടും. വയലൻസും ഇല്ല, ഒന്നുമേ ഇല്ല. ചുമ്മാ കിട്ടിയില്ല, ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ല. ഫൈറ്റിന് നമുക്ക് ഒന്നും ഫീൽ ആണില്ല. 2 മണിക്കൂർ പടേ ഉള്ളൂ, ഒന്നുമേ ഫീൽ ഇല്ല, ഒന്നുമേ. ഉറക്കം പോലും കളഞ്ഞിട്ടാണ് ഞാൻ സിനിമ കാണാൻ വന്നത്. നമ്മൾ മാർക്കോ പ്രതീക്ഷിച്ചൊന്നും വരല്ലേ, ചുമ്മാ ആർക്കാനും വേണ്ടി ഓർക്കാനിച്ച് വിട്ട പോലെ ഉണ്ട്. പിന്നെ ഒരു വമ്പൻ സ്റ്റാർ കാസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിലും അതിൽ പകുതി കൂടുതൽ പേർക്കും ഡയലോഗ് പോലും ഇല്ല. അവനെ ഹനാൻ ഷൈക്കൊന്നും ഡയലോഗില്ല. ആകപ്പാടെ കൊള്ളാന്നുള്ള എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയത് നമ്മുടെ 2 വില്ലന്മാരുണ്ട്. മറ്റേ കബീർ എന്ന് പറഞ്ഞ പുള്ളിയും മറ്റേ സുനിലും. ഇവർക്ക് 2 പേർക്കും നല്ല റോൾ കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പെപ്പയ്ക്കൊന്നും ക്യാമിയോ ഹൈപ്പ് ഒക്കെ പറഞ്ഞിരുന്ന വല്ല ഉണ്ടോ? ക്യാമിയോ ആകപ്പാടെ 2 ക്യാമിയോയില് ഞാൻ കൈയടിച്ചോളൂ, അത് മാത്രമേ കൊള്ളാവൂ. വേറെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ മാർക്കോ ലെവലിലുള്ളതൊന്നും മറ്റേ കൊടൂര വയലൻസ് ഒന്നും ഇല്ല. ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഞെട്ടിച്ചോ വല്ല ഉണ്ടോ? മോനെ പടം പറഞ്ഞെന്ന് വെച്ചാല് നമുക്ക് ആ പടത്തിനനുസരിച്ചല്ല, പക്ഷേ പെപ്പയുടെ മലയാളത്തിൽ ഇതുവരെ കണ്ട ഒരു ആക്ഷൻ പടം എന്ന് പറയാൻ സാധാ ഒരു ആക്ഷൻ പടം അത്രേ ഉള്ളൂ. അല്ല വലിയ മാർക്കൊന്നും മുകളിൽ നിൽക്കാറൊന്നും. നമ്മള് ട്രെയിലറൊക്കെ കണ്ടപ്പോ ഒരു വൻ പരിപാടിയായിരുന്നു. അത് വൻ പരിപാടിയായിരുന്നു, പക്ഷെ പോരാ. എന്താണ് പോരായ്മയായിട്ട് തോന്നി? മൊത്തത്തിലൊരു സാധാ ഒരു പടം അത്രേ ഉള്ളൂ, അല്ലാതെ വലിയ ഹൈപ്പ് ഒന്നും പറയാൻ. ക്യാമിയോ ഒക്കെ കണ്ട് ഞെട്ടാനുണ്ടോ? BGM ഒക്കെ കിട്ടില്ലോ. പടത്തില് പോസിറ്റീവായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. ഒരു പക്ക ഒരു പ്ലെയിൻ പടം പോലെ തോന്നി. ഒരു നമുക്ക് എലിവേറ്റ് ചെയ്ത് വെക്കാനൊന്നുമില്ല. പടം തുടങ്ങി അവസാനം വരെ ഇവൻ എൻക്രെഡിറ്റ് പോലും നമുക്ക് ഒരു ഗുമ്മൊന്നും തോന്നിയിട്ടില്ല.
ആ യൂണിവേഴ്സ് ക്യാമിയോ ഹൈപ്പ് ഒന്നുമില്ല ക്യാമിയോ ഒക്കെ ഊക്കി കിട്ടാൻ ചാൻസ് കൂടെ ഇല്ല ഇത് OTT ഇറങ്ങുമ്പോഴത്തേക്ക്. പെപ്പയുടെ പുഷ്പ എന്നോ KGF എന്നൊക്കെ പറയുന്ന രീതിയിൽ മലയാളത്തിന്റെ ഒരു അങ്ങനെ പറയാനൊന്നുമില്ല. വിലായത്ത് ബുദ്ധ എന്ന് പറയാം പെപ്പയുടെ അത്രേ ഉള്ളൂ. ആക്ഷൻ പടം എന്ന് പറയാൻ അത്രയും പ്രതീക്ഷിച്ച് കൊല്ലത്തിൽ ട്രിവാൻഡ്രം വരെ വന്നെയാണ് ഏരീസ് പ്രതീക്ഷ കാണാൻ. എന്നിട്ട് പ്രതീക്ഷ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടി. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സ്ക്രീൻ പ്ലേയും റൈറ്റിംഗ് എന്തോ ഒരു പ്രശ്നമാണ്, വീക്കായിട്ടാണ് തോന്നിയത്. ഒരു മലയാളത്തിന് KGF ആക്കാൻ നോക്കിയോ? അത്രയും വന്നില്ല, പക്ഷെ സംഭവം ഇருக்கு, എന്നാലും ഒത്തില്ല. പെപ്പയെ കൊണ്ട് ചെയ്യാൻ പറ്റിയ എല്ലാം ചെയ്തിട്ടുണ്ട്. അല്ലാതെ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ആക്ഷൻ സീക്വൻസും BGM അതാണ് പോസിറ്റീവ്. 2 മണിക്കൂറേ ഉള്ളൂ പടം. കത്താനുള്ളത് ക്യാമിയോ പോസ്റ്റർ അടിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷെ കത്തിച്ചില്ല. അതിനുവേണ്ടി അനൗൺസ്മെന്റിന് വേണ്ടി മാത്രം എടുത്തു വെച്ച പടം പോലെ തോന്നിയത്. തിയേറ്റർ എക്സ്പീരിയൻസിന് കൊള്ളാം, അല്ലാതെ OTT വന്നാൽ പോകും. അതുണ്ട് നമ്മൾ പ്രതീക്ഷ കണക്കുന്നുണ്ട്. ഇല്ല എന്താണ് ഇതിനെക്കാട്ടിലും പുഷ്പമുള്ള ഇതിനെക്കാളും പുഷ്പമുള്ള അല്ല പുഷ്പ നോക്കണ്ട, അല്ലാതെ മലയാളത്തിലൊരു ആവറേജ് പടം. എങ്ങനെയാണ് ഭയങ്കര ആക്ഷൻ പരിപാടികളൊക്കെ? വലുതായിട്ടൊന്നുമില്ല. അടിപൊളി പടം, കൊള്ളായിരുന്നു. പക്ഷെ ഒരു പെപ്പയ്ക്ക് ഒരു പവർ കുറവുണ്ടെങ്കിലും ഞാൻ കൊള്ളാം. പിന്നെ ലാസ്റ്റ് എല്ലാവരും വെയിറ്റ് ചെയ്ത ഒരു സംഭവം ഉണ്ട്, അത് കിട്ടും. യൂണിവേഴ്സ് കൺഫേം, അതുപോലെ സർപ്രൈസ് ക്യാമിയോ. ഇത് വേറെ യൂണിവേഴ്സ്, പക്ഷേ ലാസ്റ്റ് തിയേറ്റർ പോയി എക്സ്പീരിയൻസ്. മലയാളത്തിലൊരു ഇതുവരെ കണ്ടതിൽ ബെസ്റ്റ് ആക്ഷൻ എന്നൊക്കെ പറയാനുണ്ടോ? കുഴപ്പമില്ല. ആക്ഷൻ ആണ്, പക്ഷെ നമുക്ക് ആ ഓറ ഒന്നും ഫീൽ ചെയ്തില്ല. നല്ല BGM ഒക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ നമുക്ക് ആ മാസം ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ക്ലൈമാക്സിന് ശേഷം മാത്രം ഒരു ക്യാമിയോയും പിന്നെ പോസ്റ്റഡ് സീനൊക്കെ കൊള്ളാം, ബാക്കിയൊന്നും കൊള്ളൂല. മാർക്കയ്ക്ക് മുകളിൽ നിൽക്കൂല ഇത്. മാർക്കയ്ക്ക് മുകളിൽ നിൽക്കാനുള്ളതൊന്നും ഇല്ല ഇത്. എന്നാൽ ആക്ഷൻ നോക്കുവാണെങ്കിൽ ആക്ഷൻ ഉണ്ട്. മാർക്ക പോലൊരു വയലൻസ് പടമൊന്നുമല്ല, ആക്ഷൻ പാക്കഡ് ഒരു പടമാണ്. പക്ഷെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്, അതിൽ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളി. പക്ഷെ സ്റ്റോറി ലൈൻ എനിക്ക് കുറച്ച് ഫ്ലാറ്റ് ആയിട്ട് പോലെ തോന്നിയായിരുന്നു. അത് ക്യാമിയോ യൂണിവേഴ്സ് ഹൈപ്പ് ഒക്കെ ഉണ്ടോ? ഒന്നുമില്ല. ക്യാമിയോക്ക് ഒരു ക്യാമിയോ ആയിട്ട് ഗ്യാങ് ഭയങ്കര കോമഡി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഒരു ക്യാമിയോ, പിന്നെ ഒരു ക്യാമിയോ ഓക്കെ അത്രേ ഉള്ളൂ, കുറച്ച് ഭാഗമേ ഉള്ളൂ. പിന്നെ അടുത്തൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കുറച്ച് സംഭവം ഉണ്ട്, അത് വേറൊരു പടം. ഇല്ലാത്ത പറയണോ? ഉള്ളത് പറ, എങ്ങനെ ഫീൽ ആയി? ഒന്നിടാവേ, ഞാൻ 6 സിനിമ റെഫറൻസ് എടുത്തിട്ടുണ്ട്. എന്താണെന്നും പടം എടുത്തത് ലാസ്റ്റ് ഒരു വർക്കായില്ല. ക്യാമിയോ ഉള്ള, പക്ഷെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ക്യാമോ. ഒരു സാധനം ലീക്ക് ആവണം, പോണെങ്കിൽ പോയി. അൽഫോൺ പുത്തന്റെ ഒരു ആവശ്യമില്ല. അത് ഇത് എന്തൊരു സിനിമ വർക്കായില്ല. ശരി, പെപ്പയുടെ പെർഫോമൻസ് കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ കൈയടിക്കണമെന്ന്, പക്ഷേ തിയേറ്ററിൽ ഒരു ശകലം പോലും അനങ്ങിയിട്ടില്ല. അതിലാണ് ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത്. കാര്യം ഒരു ചെറിയ കൈയടി പോലും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത് ഭയങ്കര സംഭവമായി പോയി ബ്രോ. പിന്നെ മാർക്ക് പോലെയൊന്നും അങ്ങനെ വന്നിട്ടൊന്നുമില്ല. പിന്നെ ഒരുപാട് അടിയും കാര്യങ്ങളൊക്കെ കൊണ്ട് പടം ഒരു ഗുമ്മില്ല. അത് എന്താ പറയുക, അതുപോലെ ശരിക്കും എടുത്ത് പറയാനാണ് പെപ്പയുടെ ഒരു ഡയലോഗ് പ്രസൻസ് ഉണ്ടല്ലോ, ഒരു ശബ്ദ ഗാംഭീര്യമില്ല. ഒരു കൊച്ചു പിള്ളേരെ ഒരു സൗണ്ട് പോലെ ഇരിക്കുന്നത്, അതാണ് ഏറ്റവും വലിയ പ്രശ്നമായി പോയത്. ക്യാരക്ടറിന് ഒരു ബിൽഡപ്പ് പോരാ, അതാണ് ഒരു ബിൽഡപ്പ്. കാര്യം നമ്മളെ മമ്മൂക്കൽ ലാലേട്ടനായിരുന്നാലും ഒരു ബിൽഡപ്പിന്റെ ഒരു സൗണ്ടാണ് അത്. യൂണിവേഴ്സും സർപ്രൈസ് ക്യാമിയോ അങ്ങനെ എന്തെങ്കിലും. അതെ അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ലാസ്റ്റ് ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ ലാസ്റ്റ് ഒരു ഫൈറ്റ് ഒക്കെ ഒരുപാട് പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ പറയാ, ഒരു അത്ര ഒത്തില്ല ബ്രോ.